യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടാൽ പൈസ കിട്ടും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് സെംഫി 35,000 മേടിച്ചിട്ട് ആ പൈസ കയ്യിൽ വന്നപ്പം എനിക്കൊരു ഭയങ്കര തോട്ട് ചേഞ്ച് വന്നു കേട്ടോ. എൻ്റെ ഒരു പൊട്ടബുദ്ധി ചിന്തിച്ചതാണത്. ഞാൻ അവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ മേടിച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പം രാത്രി മൊത്തം ഇങ്ങനെ ആലോചിക്കും, മമ്മിയോടും പപ്പയോടും ചെയ്യുന്ന ചതിയാവോ, അതാവോ ഇതാവോ, ഫീസിനൊരു എക്സ്ക്യൂസ് തരുമോ, സാർ ഇങ്ങനെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സാറിൻ്റെ അടുത്ത് ഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സാർ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതോടെ കേട്ടപ്പോഴത്തേന് എനിക്ക് ഒരു ഹോപ്പ് വന്നപ്പോൾ ഞാൻ നേരെ പോയി ഒരു 27,000 രൂപയുടെ ഒരു ഫോണൊക്കെ മേടിച്ചു. ഗെയിമിൽ അന്നത്തെ ടോപ്പ് യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കാസ്ട്രോ ഗെയിമിങ്, MRC ഗോഗു, ഇവരൊക്കെയാണ്. ഈ MRC ഗോഗു എന്നൊക്കെ പറയുന്ന ഇവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞങ്ങളിപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കളിക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ കൂടെ പോയി കളിച്ചാൽ നിനക്ക് യൂട്യൂബിൽ വ്യൂസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്ലാനിൽ കയറി പറ്റുകയാണ് അടുത്ത എൻ്റെ ലക്ഷ്യം. അവരുടെ അതിനകത്ത് കയറി, അതായത് MRC എന്ന് പറയുന്ന ക്ലാനിൽ ഇപ്പം മറ്റേ തൊപ്പിയും അവരൊക്കെ ഉള്ള ആ ഓർഗനൈസേഷനിൽ ഞാൻ കയറി. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ടോപ്പ് യൂട്യൂബറാണ്, ഗെയിമിങ്ങിൽ വൺ ഓഫ് ദ ടോപ്പ് യൂട്യൂബറാണ് ഈ MRC ഗോഗു എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവരുടെ ക്ലാനിൽ കയറിയപ്പോഴത്തേക്കിന് ഇവരുടെ കൂടെ കളിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവന്റെ ലൈവ് സ്ട്രീമിലൊക്കെ ഇവൻ ചത്തു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ ഗെയിം പ്ലേ ഒക്കെ സ്പെക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ എൻ്റെ ഗെയിം പ്ലേ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ പയ്യനൊരു ചാനൽ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവന്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന കുറേ ഓഡിയൻസ് എന്നെ കിട്ടി. അതുപോലെ MRC ഈഗിൾ എന്നായിരുന്നു എൻ്റെ ചാനലിന്റെ പേര്. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിലെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത്.